കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ അങ്ങനെ മക്കളെ കുരിശ് ഉയർത്തിക്കൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആശീർവദിക്കുന്നു. ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആശീർവദിച്ചുകൊണ്ട് അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് നൽകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ. ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പോൾ കൈവാറിൽ നിൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് കർത്താവിനെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ. നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ആവശ്യപിതാവിനെ പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയനും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഈശോയെ, കുടുംബനാഥന്മാരുണ്ട് ഈശോയെ. അവർ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും കാണാതെ പോലെ കർത്താവെ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവരുണ്ട് ഈശോയെ. ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ കർത്താവെ താരം എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത് പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്നവരുണ്ട് ഈശോയെ. അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ. അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവെ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തണമേ. അവരുടെ മനസ്സ് പതറിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വരുക്കൂട്ടി എടുത്തുകൊണ്ട് അവരെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ വഴികൾ, നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത്, നീ ആരെ ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത്, നീ ആരെ ഓർത്താണ് പിന്നെ പേടിക്കണത്, നീ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒന്നിനെ മറ്റം പേടിച്ചാൽ മതി. ഇത് ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. കൊന്നതിന് ശേഷം തള്ളിക്കളയാൻ, നരകത്തെ തള്ളിക്കളയാൻ കഴിയുന്നവനെ പേടിക്കാൻ പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ മതിയെന്ന് നിന്നോട് നിൻ്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവഭയത്തിലെ നീ അതിനുമായി ഈശോയെ മാത്രം പേടിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഭയം നീക്കി കളയട്ടെ. എല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ ഉണ്ടായിരിക്കുന്ന അലച്ച കർത്താവ് തന്നെ പറഞ്ഞ അലൈക്കുസ്സലാമ, ഇതാ സമാധാനം നിന്നോട് കൂടെ എന്ന് പറഞ്ഞ കർത്താവ് തന്നെ നിന്നോട് ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആ വാക്ക് കർത്താവ് പാലിക്കും. അവസാനം വരെ പാലിക്കും, മരണം വരെ പാലിക്കും, നിത്യത വരെ പാലിക്കും. ആ പാലിക്കുന്ന വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീയും ജീവിക്കുന്നത്. നിൻ്റെ ജീവിതം, എൻ്റെ ജീവിതം പരിശുദ്ധമായ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ. ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആത്മീയ ജ്ഞാനവും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വശക്തനും നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ചിലരൊക്കെ